ഓൾമോസ്റ്റ് 38 വീക്സ് പ്രഗ്നന്റ്. ഇതിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പ്രസവിച്ചേനെ. ഇവിടെ നമ്മൾ 10 മാസം വരെ കാത്തിരുന്നിട്ടേ കാര്യമുള്ളൂ. ഈ സമയത്ത് ഞാൻ ഏതെങ്കിലും മൂലയിൽ പോയി കിടക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഉള്ള ആരോഗ്യം വരെ എടുത്തിട്ട് ഞാൻ കല്യാണത്തിന് പോവുകയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ? ഈ 9 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ട്രാവൽ ചെയ്യാനും ഇതേണൊക്കെ ഫംഗ്ഷൻസിനൊക്കെ പോകാനായിട്ട് വീട്ടുകാർ സമ്മതിക്കാറുണ്ടോ? ജിലുവിനെ ഞാൻ പ്രസവിച്ചത് 41 വീക്സ് ആൻഡ് 3 ഡേയ്സിലാണ്. എന്ന് വെച്ചാൽ 10 മാസവും ഒരാഴ്ചയും 3 ദിവസവും കഴിഞ്ഞിട്ടാണ് ഞാൻ ജിലുവിനെ പ്രസവിച്ചത്. 10 മാസത്തിന്റെ കണക്ക് പണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ അങ്ങനെ വലുതായിട്ട് കേൾക്കാറില്ല. ഇപ്പൊ മിക്കവരും 9 മാസത്തിന്റെ കണക്കാണ് പറയാറുള്ളത്. ഈവനിങ് ആണ് ഫംഗ്ഷൻ. സോ നമുക്ക് പതുക്കെ റെഡി ആയിട്ട് ഇവിടുന്ന് ഇറങ്ങണം. ഒരു 2 hours ഡ്രൈവോളം ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന്. സോ കൂടുതലും സമയം പോയത് ജിലുവിന്റെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഈ ഇരിക്കുന്ന ഇരിപ്പല്ല, കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഈ മുടി ഒന്ന് ഒതുക്കി കെട്ടി വെച്ചത്. വാക്സ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ഒതുക്കി വെച്ചു. ഇന്ന് ജിലുവിന്റെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണെന്ന് കൂട്ടിക്കോ. കാരണം ഇന്ന് അവൾ ഫ്ലവർ ഗേൾ ആണ്. ഫസ്റ്റ് ഒരു ലീവിംഗ് കണ്ടീഷണർ ഇട്ട് നന്നായിട്ട് മുടി ഒതുക്കിയ ശേഷം വാക്സ് ഉപയോഗിച്ചിട്ട് മുടി നന്നായി ഒരു ബേബി ഹെയർസ് ഒക്കെ നന്നായിട്ട് ചീകി ഒതുക്കി വെച്ചു. ഈ വാക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങൾ വെച്ചത് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വാക്സിന്റെ ചെറിയ സ്റ്റിക്കിനെസിലും പിന്നെ ആ മുത്തിൽ കുറച്ച് പശ പോലെ ഉണ്ടായിരുന്നു. ഇനി എന്റെ ഡ്രസ്സ് ഈ ഒരു പീരീഡിൽ ആര് പാർട്ടി വെച്ചാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്ന ഞാൻ മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ പാർട്ടി പറഞ്ഞത് പേസ്റ്റൽ കളേഴ്സ് ആണ്. അങ്ങനെ ഒരു പേസ്റ്റൽ കളറും എനിക്ക് ഫിറ്റ് ആകുന്നുണ്ടാകുന്നില്ല. സോ ഇതൊരു ബ്ലാക്ക്, ആക്ച്വലി ഒരു ബ്ലൂ ആയിരുന്നു. ബ്ലാക്ക് ഡൈ ചെയ്തതാണ് ഞാൻ. എന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ ഡ്രസ്സ് ആയിരുന്നു ഇത്. ഇതിപ്പോ ബ്ലൂ കളർ ബ്ലാക്ക് ആക്കിയിട്ട് ഒരു കൊല്ലം ആവുന്നു. ജിലുവിന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ബാക്കിലെ ട്രെയിലും ബോയും ഒക്കെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാറ്റുമ്പോൾ ജസ്റ്റ് സിമ്പിൾ ഒരു വൈറ്റ് ഫ്രോക്ക് പോലെ ഉണ്ടാവും. ഇത് ബ്രൈഡ് പ്രത്യേകം ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഇട്ട് ഞങ്ങൾ ആക്ച്വലി നാട്ടിലായിരുന്നു ഫ്ലവർ ഗേൾ ആകേണ്ടിയിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് നാട്ടിൽ ആ സമയത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഇവിടെ റിസപ്ഷൻ വെച്ചപ്പം ജിലു ഫ്ലവർ ഗേൾ ആയി ഒരുങ്ങുകയായിരുന്നു. കല്യാണം ഇപ്പോൾ ആരുടെയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ സിജോയുടെയും സ്നേഹയുടെയും കല്യാണത്തിന്റെ റിസപ്ഷൻ ആയിരുന്നു. നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ നടത്തിയിരുന്ന അതേ ഫാമിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് എറിനിലുള്ള പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഫാമാണ്. ഞാൻ ഫാമിന്റെ പേര് കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. അതുകൂടാതെ ടാഗ് ചെയ്യാൻ കൂടി ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനാണ്. നല്ലൊരു സ്പേസ് ആണ്. നമുക്കൊരു ഇവന്റ്സും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഏത് കല്യാണത്തിന് പോയാലും സ്വന്തം കല്യാണത്തെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടല്ലോ അല്ലേ? 2017 എന്റെയും അച്ചാച്ചന്റെയും കല്യാണം അങ്ങ് കൊല്ലത്ത് വെച്ചിട്ട്. കല്യാണ ദിവസം ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ദിവസമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രകൃതി പോലും പ്രതികൂലമായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയായിരുന്നു. 2017 ഡിസംബർ 2 നമ്മുടെ നാട്ടില് ഓക്കി കൊടുങ്കാറ്റ് വീഴ്ചയും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തത്. ആ സെയിം ഡേ ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. അതിന് തൊട്ട് മുമ്പ് അത്യാവശ്യം നല്ല ഇഷ്യൂസ് ഒക്കെ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ പോലും കല്യാണം വിളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇപ്പോഴും ആ കല്യാണം വിളിച്ചില്ല എന്ന രീതിയിൽ നമ്മളോട് മിണ്ടാത്ത ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ആ ദിവസം കുളമായിട്ടുണ്ടെങ്കിലും കല്യാണത്തിന് ശേഷം ഇപ്പം 9 years ആവുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. ഈ 9 കൊല്ലവും നല്ല അടിപൊളിയായിട്ടുള്ള ദാമ്പത്യ ജീവിതമാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നതിൽ പ്രൗഡായിട്ട് ഞാൻ പറയേണ്ടി വരും. അതൊക്കെ ഒരു സൈഡിൽ വെക്കാം. ഇന്നത്തെ കല്യാണത്തെ കുറിച്ച് പറയാം. അപ്പം സ്നേഹയുടെയും സിജോയുടെയും കല്യാണത്തിന്റെ വോവ്സ് ഒക്കെ അച്ചാച്ചൻ അവരെ കൊണ്ട് ഒന്നുകൂടി ഒന്ന് പറയിപ്പിക്കായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ടുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഗൈസ്.